ഗുഡ് ഈവനിങ് എവരി വൺ. സോ നമുക്ക് ഇന്നത്തെ തന്നെ റിമൈനിങ് പാർട്ട് ഒന്ന് കടക്കാം. എല്ലാവരും റെഡിയാന്ന് തന്നെ വിചാരിക്കുന്നു. നമ്മുടെ കൂടെ ഇന്ന് പ്രജേഷും അതേപോലെ തന്നെ വിഷ്ണുപ്രിയയും ജോയിൻ ചെയ്തിട്ടുണ്ട്. ബട്ട് വേറെ ഇനി കുറേ പേര് ജോയിൻ ചെയ്യാനുണ്ടായിരുന്നു. നോ പ്രോബ്ലം. എല്ലാവരും എന്തൊക്കെയാണെങ്കിലും വീഡിയോ റെക്കോർഡഡ് സെഷൻസ് ഒക്കെ കാണേണ്ടി വരും. ക്ലാസ് എപ്പോഴും നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ക്ലാസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ലിമിറ്റേഷൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ടും വരാൻ സാധ്യതയുണ്ട് അല്ലേ? ഇപ്പോൾ നമ്മളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള റൊമാൻറ്റിക് പാർട്ടായിരിക്കും മിസ് ചെയ്യുന്നത്. അപ്പോൾ അത് വലിയൊരു മിസ്സിങ് ആയിരിക്കും. അതേപോലെ തന്നെ മേ ബി ഒരു സസ്പെൻസ് ആയിരിക്കും അവിടെ മിസ് ചെയ്യുന്നത്. അപ്പോൾ അതും ചിലപ്പോൾ വലിയൊരു മിസ്സാകും. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് എല്ലാ ദിവസവും എല്ലാവരും കയറാൻ ശ്രമിക്കുക. അതിൽ മിസ് ചെയ്യാണ്ട് തന്നെ കയറുക. ഓക്കെ, അത്രേ. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. തൽക്കാലം നമ്മുടെ സ്ക്രീൻ ഷെയറിങ്ങിലേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു ചെയ്തേ? ആർക്കാ പറയാൻ പറ്റുക? ഡൊമൈൻ വാങ്ങിയപ്പം ഹോസ്റ്റിംഗ് വാങ്ങി. എന്നിട്ട് നമ്മള് കണക്ട് ചെയ്തു ഡൊമൈനും ഹോസ്റ്റിങ്ങും. ഓക്കെ ഓക്കെ, ഫൈൻ. ഡൊമൈൻ ഹോസ്റ്റിംഗ് കണക്ട് ചെയ്തു. അതുകൂടാണ്ട് നമ്മൾ ബിസിനസ് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തു. കൺട്രോൾ പാനലിന് ബിസിനസ് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തു. അതെ. എന്നിട്ട് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ ഓക്കെ, ഫൈൻ. സോഫ്റ്റ്വെയർ വേർഡ് പ്രസ്സിനെ ഇൻസ്റ്റാൾ ചെയ്തു അല്ലേ? വേർഡ് പ്രസ്സിന്. ഓക്കെ ഓക്കെ. അപ്പോൾ അതൊക്കെ നോക്കുക. എന്താണ് CMS? എന്തായിരുന്നു? കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ. എന്താണ് SSL? വേർഡ് പ്രസ്സിനെ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നമ്മൾ കണ്ടായിരുന്നു അല്ലേ? ഓർക്കണ്ടോ? ഓർക്കുന്നില്ല. കുഴപ്പമില്ല. എന്നാൽ ഇപ്പൊ തന്നെ പുതിയൊരു ടാബിൽ സെർച്ച് ചെയ്ത് നോക്കുക. എന്താണ് SSL സർട്ടിഫിക്കറ്റ്? SSL സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ സെക്യൂർഡ് സോക്കറ്റ് ലെയർ എന്ന് പറയും. ഓർമ്മയുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നലെ പഠിപ്പിച്ച കാര്യം ഇന്നലെ തന്നെ മറക്കരുത്. കുറച്ച് കാലമെങ്കിലും നമ്മൾ ഓർത്തിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടുന്നവരെ അല്ലെങ്കിൽ നമ്മളൊരു സെറ്റ് ആവുന്നവരെ എങ്കിലും നമ്മളതൊക്കെ നോക്കുക, പഠിക്കുക. സെക്യൂർഡ് സോക്കറ്റ് ലെയർ അതാണോ? ആ അതെ, സെക്യൂർഡ് സോക്കറ്റ് ലെയർ. ഓക്കെ. ഓക്കെ ഓക്കെ. പ്രജേഷ് റെഡി ആണല്ലോ അല്ലേ? റെഡിയാണ്. ഞാൻ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാൻ സൂം ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആക്കുന്നത്. ആക്കിക്കോളൂ. സർ, ഹലോ. ഒറ്റ മിനിറ്റ്. ഓക്കെ.
ഹലോ ഹലോ യെസ് എങ്ങനെയുണ്ട് വിഷ്ണുപ്രിയ പറഞ്ഞോളൂ. സർ ഈ കൺട്രോൾ പാനൽ നമ്മൾ എടുത്തില്ലേ ഇന്നലെ? എടുത്തു. അതെങ്ങനെയാ എടുത്തത്? എന്നോട് മറന്നുപോയി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ലെഫ്റ്റ് സൈഡിൽ ഡാഷ്ബോർഡിലേക്ക് വന്നോളൂ, നമുക്ക് അതിൻ്റെ ആ സ്റ്റെപ്പ് മൊത്തമായിട്ട് അങ്ങ് നോക്കാം. ഡാഷ്ബോർഡിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ വൺ സർവീസസ് എന്ന് പറഞ്ഞുണ്ടോ, ആ ആ അതിലേക്ക് വരിക. ഈ സ്റ്റെപ്പിനെ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ പല രീതിയിൽ എത്താട്ടോ, നമുക്ക് ഒരേ സ്ഥലത്ത് പല വഴികളിലൂടെ എത്താൻ പറ്റും. ആ അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി വെച്ച് നമുക്ക് നോക്കാം. എന്നിട്ട് ഈ ആക്റ്റീവ് എടുത്തതല്ലേ? യെസ്, എടുത്തോളൂ, ആക്റ്റീവ് എടുത്തോളൂ. റൈറ്റ് സൈഡിൽ ആക്റ്റീവിനെ സെലക്ട് ചെയ്യുക, ഷെയർഡ് ഹോസ്റ്റിംഗ്, സിംഗിൾ ഷെയർഡ് ഹോസ്റ്റിംഗ്. എന്നിട്ട് തൊട്ട് താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് കണ്ടോ ലോഗിൻ ടു സി പാനൽ. ലോഗിൻ ടു സി പാനൽ. ഇതൊന്ന് എഴുതി വെച്ചോളൂ കേട്ടോ, ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചു. ഓക്കെ. ഓക്കെ അപ്പൊ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ പ്രജേഷ് ഓക്കെ ആണല്ലോ, സിസ്റ്റം കിട്ടിയല്ലോ അല്ലേ? ഓക്കെ. ഇനി എല്ലാവരും പുതിയ ടാബിലേക്ക് വരിക. നമ്മൾ ഇന്നലെ ചെയ്ത അഡ്മിനിസ്ട്രേറ്റീവ് URL ഇല്ലേ, അത് പുതിയ ടാബിൽ വന്ന് സെർച്ച് ചെയ്യാം. Ctrl+T കൊടുത്തിട്ട് പുതിയ ടാബിലേക്ക് വരിക. സാർ അത് നമ്മൾ ഇന്നലെ എഴുതി വെച്ചതല്ലേ, അപ്പം എങ്ങനെ അത് ടൈപ്പ് ശരിയല്ല, ചെയ്യും? ഫോട്ടോ എടുത്തായിരുന്നല്ലോ. ഫോട്ടോ എടുത്തു, എഴുതി വെച്ചു. അതിനകത്ത് മേളിൽ വേണം ടൈപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ. സെർച്ച് ഗൂഗിൾ ഓർ ടൈപ്പ് URL, അവിടെ എഴുതിക്കോളൂ. നമ്മുടെ HTTPS:// HTTPS P വന്നില്ല കേട്ടോ. HTTPS കോളൻ എന്ന് വെച്ചാൽ രണ്ട് കുത്ത്, കോമയല്ല, എസ് വേണേ, എസ് കഴിഞ്ഞിട്ട് രണ്ട് കുത്ത്, കോമയല്ല, ഓക്കെ. കുത്ത്. ഓക്കെ, ഇനി // നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് വിഷ്ണുപ്രിയ .digital. നമ്മുടെ വേറൊരു സ്റ്റുഡന്റിന്റെ പേരാണ് കേട്ടോ, അതാ പെട്ടെന്ന്. ഓക്കെ, എന്നിട്ട് എൻ്റർ കൊടുക്കുക. എന്ററോ? അല്ലല്ല, /admin കൊടുത്താൽ മതി. WP-admin കൊടുക്കണം നിർബന്ധമില്ല. ഇല്ല. അഡ്മിൻ, വെറും അഡ്മിൻ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അത് സ്മോൾ ലെറ്ററിൽ വേണം എഴുതാനേ. എല്ലാവരും എല്ലാവരുടെയും നമ്മൾ ഒന്ന് ചെയ്തതല്ലേ ഇന്നലെ ഒരേപോലെ? അതെ. പാസ്വേഡ് 1 2 3 P അതിൽ ക്യാപിറ്റൽ ലെറ്റർ അല്ലേ? P ക്യാപിറ്റൽ ലെറ്റർ ആണ്. യെസ്.
സർ പാസ്വേഡ് @123 അല്ലേ? യെസ്, പാസ്വേഡ് 123 @. സാർ ഇതില് 2 പ്രാവശ്യം എറർ ആയിപ്പോയി. അപ്പൊ ഇനിയിപ്പോ 1 അറ്റംപ്റ്റ് എന്നാ കാണിക്കുന്നത്. പിന്നെ കുറെ ടൈം എടുക്കുവോ മാറിപ്പോയെങ്കില്? ഇല്ല, ഒറ്റ മിനിറ്റ് അവിടെ, ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ്. വിഷ്ണുപ്രിയ ബാലഗോപാൽ എന്ന് പറഞ്ഞതിന് പകരം അഡ്മിൻ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. നമ്മൾ യൂസർ നെയിം അഡ്മിൻ അല്ലേ കൊടുത്തേ? സ്മോൾ ലെറ്ററിൽ കൊടുത്തോളൂ കേട്ടോ. പ്രജേഷിന് ലോഗിൻ ചെയ്യാൻ പറ്റിയായിരുന്നോ? ഇല്ല, ലോഗിൻ ചെയ്യില്ല, ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു പേജ് കിട്ടിയല്ലോ അല്ലേ? അതെ അതെ, അതിലാണ്. അതിൽ യൂസർ നെയിം കൊടുത്തോളൂ അഡ്മിൻ, ADMIN. പിന്നെ അതിൻ്റെ ഒരു പാസ്വേഡ് കൊടുക്കുക, P ക്യാപിറ്റൽ, പാസ്വേഡ് 123 @. എന്നിട്ട് എൻ്റർ കൊടുത്തോളൂ. ഓക്കെ, priya.digital.shop നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്നു. ഈ യൂസർ നെയിമും ഈ പാസ്വേഡും എല്ലാവരും നമ്മുടെ സ്വന്തം ബുക്കിൽ എഴുതിയെടുക്കുക. ഇത് നമ്മുടെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റും കൂടിയാണ്. എങ്ങനെയുണ്ട് പ്രജേഷ്, കിട്ടിയോ? കിട്ടി. ഓക്കെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിന്റെ ഡാഷ്ബോർഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഏറ്റവും മേളിൽ കണ്ടോ നമുക്കൊരു ഹോമിന്റെ സിമ്പൽ, ഒരു വീടിന്റെ ഒരു സിമ്പൽ കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ അറ്റത്തായിട്ട്. അതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ വെബ്സൈറ്റിന്റെ ഹോം പേജിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഇത് കണ്ടോ, നമ്മുടെ ഏറ്റവും മേളിലേക്ക് വരിക. ഇതിപ്പോൾ ഒരു ഡീഫോൾട്ട് വെബ്സൈറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. ഏറ്റവും മേളിലേക്ക് വരിക. ഇതൊരു സാമ്പിൾ പേജ് ആയിട്ട് നമുക്ക് കാണാം. ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റ് ഇങ്ങനെ ഇരിക്കുന്നത്. പ്രജേഷിന് കിട്ടിയല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് W എന്ന് പറഞ്ഞ വട്ടത്തിന് അകത്ത് കണ്ടോ ഒരു W? അതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ട ആ ഡാഷ്ബോർഡിലേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനെ സെലക്ട് ചെയ്തോളൂ. അതിന് നേരെ W വെറുതെ ഒറ്റ തവണ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ നേരെ അങ്ങ് ഡാഷ്ബോർഡിൽ എത്തുകയാണ്. ഇപ്പോൾ നമ്മുടെ വേർഡ്പ്രസിന്റെ വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.7.2 ആണ് കറണ്ട് വേർഷൻ നമ്മുടെ വേർഡ്പ്രസിന്റെ. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഒരു നല്ല തീം ആഡ് ഓൺ ചെയ്ത് കൊടുക്കണം. തീം എന്ന് പറയുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് കാണാൻ ഒരു ഭംഗിയുള്ള അട്രാക്റ്റീവ് വെബ്സൈറ്റ് ആക്കി മാറ്റാനുള്ള ഒരു സ്ട്രാറ്റജി.
അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും ലെഫ്റ്റ് സൈഡിൽ പ്ലഗിൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വന്നോളൂ. ലെഫ്റ്റ് സൈഡിൽ കണ്ടോ പ്ലഗിൻസ്? ആ. അവിടെ സെലക്ട് ചെയ്തോളൂ. ആ, ഇവിടെ ഇപ്പോൾ തൽക്കാലം കുറേ പ്ലഗിൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഡീഫോൾട്ട് ആയിട്ട് കയറി വന്നിരിക്കുകയാണ്. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, നമുക്കിപ്പോൾ തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല. ഏറ്റവും മേളിൽ കണ്ടോ ആഡ് ന്യൂ പ്ലഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ? ആ അതിലേക്ക് വരിക. അവിടെ റൈറ്റ് സൈഡിൽ തന്നെ സെർച്ച് പ്ലഗിൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? ആ അവിടെ സെലക്ട് ചെയ്തിട്ട് പ്രജേഷിന് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ആ, ഉണ്ട്, ഉണ്ട്. കിട്ടിയില്ലെങ്കിൽ പറയണേ. ഉണ്ട്, ഞാൻ ഒപ്പം ഉണ്ട്. യെസ് യെസ്. അപ്പോൾ ഇവിടെ സെർച്ച് ചെയ്തോളൂ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്. STARTER. സ്റ്റാർട്ടർ എന്ന് മാത്രം കൊടുത്താൽ മതി. സ്റ്റാർട്ടഡ് അല്ല, സ്റ്റാർട്ടർ. ആ ഓക്കെ. STARTER. സ്റ്റാർട്ടർ വരട്ടെ സ്റ്റാർട്ടർ. സ്റ്റാർട്ടർ എന്ന് മാത്രം കൊടുത്താൽ മതി. ലെഫ്റ്റ് സൈഡിൽ കണ്ടോ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്, എലമെന്റോർ, വേർഡ് പ്രസ്, ബീവർ ബിൽഡർ ആ ആ ടെംപ്ലേറ്റ്സ്. പ്രജേഷിന് കിട്ടുന്നുണ്ടോ? നമുക്ക് കിട്ടി. അതിൽ തന്നെ ഇൻസ്റ്റാൾ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? ആ അതൊന്ന് Install സെലക്ട് ചെയ്യണം. ചെയ്തു. ആ സ്റ്റാർട്ടർ ടെംപ്ലേറ്റിന്റെ കൂടെ തന്നെ നമുക്കൊരു ഇൻസ്റ്റാൾ നൗ എന്ന് പറഞ്ഞ് കാണാം. അത് കൊടുക്കുന്നു സർ. യെസ് യെസ്, അതൊന്ന് ഇൻസ്റ്റാൾഡ് click ചെയ്തോ. കഴിഞ്ഞു, ആക്ടിവേറ്റ് കൊടുക്കട്ടെ. ഒറ്റ മിനിറ്റ്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് പോവാം. ഇൻസ്റ്റാൾ നൗ കൊടുക്കൂ. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ആക്ടിവേറ്റ് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഒരു പ്ലഗിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിന് നല്ല ഫീച്ചേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്ലഗിൻസ് ഒക്കെ. മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് കൊടുക്കാം. തീംസ് ആയിക്കോട്ടെ, പേജ് ബിൽഡേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫോംസ് ആയിക്കോട്ടെ, പല രീതിയിൽ എന്തിനു വേണമെങ്കിലും നമുക്ക് പ്ലഗിൻസ് ആഡ് ചെയ്ത് കുറച്ചും കൂടി ഒരു നല്ല കസ്റ്റമൈസ്ഡ് വെബ്സൈറ്റ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ സ്റ്റാർട്ടർ ടെംപ്ലേറ്റിനകത്ത് റൈറ്റ് സൈഡിൽ കണ്ടോ AI വെബ്സൈറ്റ് ബിൽഡർ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും മേളിലായിട്ട് ആ അതിനെ സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് എലമെന്റോർ എന്ന് പറഞ്ഞു കണ്ടോ? ആ 2025 എലമെന്റോർ എന്ന് പറഞ്ഞിട്ടുള്ള പേജ് ബിൽഡർ വളരെ എഫക്റ്റീവായിട്ട് അത് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നെ? എന്താണ്? അത് സെലക്ട് ചെയ്യണോ? അല്ല, ഒരു മിനിറ്റ്, ഇതൊരു പേജ് ബിൽഡർ ആണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ പേജിനെയൊക്കെ ബിൽഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പേജ് ബിൽഡേഴ്സിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ തീം, ഈ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ പ്ലഗിൻ ഓൾറെഡി ഇവരായിട്ട് കണക്റ്റഡ് ആണ്. ബ്ലോക്ക് എഡിറ്റർ, അതേപോലെ തന്നെ എലമെന്റോർ, ബീവർ ബിൽഡർ, അതേപോലെ AI വെബ്സൈറ്റ് ബിൽഡർ ഒക്കെ ആയിട്ട് ഇവർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തൽക്കാലം നമുക്കതൊന്ന് എഴുതിയെടുക്കാം. പേജ് ബിൽഡർ എക്സാമ്പിൾ, ബ്ലോക്ക് എഡിറ്റർ, എലമെന്റോർ, സാർ ഒരു കാര്യം ചോദിക്കട്ടെ, ചോദിച്ചോളൂ. ഇതിന്റെ നോട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവോ? ആ, നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡഡ് ക്ലാസ് കിട്ടുന്നുണ്ടോ? ഉണ്ട്. അത് തന്നെ ഒരു നോട്ടാണല്ലോ. ആ ഓക്കെ. അല്ലാണ്ട് വേറെ നിങ്ങൾ കൊടുക്കുന്ന PDF അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അല്ലേ? PDF അത് ഉണ്ടാവില്ല എന്ന് തന്നെയാ തോന്നുന്നത്. ഓക്കെ. പക്ഷേ വീഡിയോ തന്നെ കണ്ടാൽ മതി, നല്ല എഫക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ പിടികിട്ടും. ഓക്കെ. കാണുന്നുണ്ടോ വീഡിയോസ് ഒക്കെ? വീഡിയോസ് കാണലുണ്ട്. ഇപ്പൊ 3 ക്ലാസ്സിൻ്റെത് കണ്ടിനി. ആ ആ ആ അപ്പം അതൊരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. എല്ലാ ദിവസവും എല്ലാ വീഡിയോസൊക്കെ കാണുക. അത് വളരെ എഫക്റ്റീവ് ആവും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നോട്ട് ഡൗണും കൂടി ചെയ്യുക. നമ്മുടെ ഒരു ബുക്കിനകത്ത്
നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന എല്ലാ പോയിന്റ്സും ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ ഓക്കെ, എല്ലാം നമുക്ക് നോട്ട് ഡൗൺ ഒക്കെ ചെയ്യാം. ഓക്കെ, ഇതൊന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. പേജ് ബിൽഡറിന്റെ എക്സാമ്പിൾസ്. ഓക്കെ ഓക്കെ, പ്രജീഷ് ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, ഇതിപ്പോ നോട്ട് ചെയ്യാൻ ചെയ്യേണ്ടുള്ളൂ, വേറൊന്നുമില്ലല്ലോ. എന്താണ്? ഇതിപ്പം ഈ എക്സാമ്പിൾസ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ പറഞ്ഞേ, അത് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്തോളൂ. അപ്പോൾ അത് ഫ്യൂച്ചറിലാണെങ്കിലും നമ്മുടെ കയ്യിലിരിക്കുമല്ലോ. ഓക്കെ. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മള് ഈ വെബ്സൈറ്റിന്റെ എല്ലാ കാര്യങ്ങളും ഈ എക്സ്റ്റേണൽ സപ്പോർട്ട് ഇല്ലാണ്ട് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകണമെന്നാണോ ഇതിലിപ്പോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത്, അതെല്ലോ, നമ്മൾ തന്നെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ല, അതെ, ഓക്കെ, ക്രിയേഷൻ കഴിഞ്ഞു. ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്നുള്ള രീതിയിലുള്ള നമ്മളെ ഒരു വെബ്സൈറ്റിന്റെ ലുക്ക് ഉണ്ടല്ലോ, അതും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. വേറെ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടിന്റെ ആവശ്യമില്ല എന്നുള്ളതാണല്ലേ? അതെ അതെ അതെ, നമ്മളിപ്പോ സ്വയമായിട്ട് കേപ്പബിൾ ആയി മാറുകയാണ്. ഈ ഒരു സ്കില്ല് വെച്ച് സ്വന്തം ഒരു അടുത്തൊരു ലെവലിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഈ പഠിച്ചിരിക്കുന്ന ഈ സ്കില്ല് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്ത് അതിനകത്തുനിന്ന് സ്വന്തമായിട്ട് ഒരു ഏർണിങ്സ് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ജനറേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഫ്രീലാൻസ് ആയിട്ടേ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് അവരുടെ അടുത്ത് നിന്നൊക്കെ വർക്ക് പിടിക്കുക. ബിസിനസ്സുകാരൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ഫാമിലിയിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെയോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അപ്പൊ അവരെയൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മൾ അല്ല, പറയാം. എനിക്ക് ടെക്നിക്കൽ അല്ല, ഇതില് വെബ്സൈറ്റ് ഡിസൈനിങ്ങിൽ കോഡിങ് ആവശ്യമാന്നുള്ള രീതിയിൽ കേട്ടിട്ടുണ്ടായിരുന്നു. ആ ഇതിൽ അത് നമുക്ക് ആവശ്യമില്ലല്ലേ? വേർഡ് പ്രസ്സിനകത്ത് ആവശ്യമില്ല. അതാണല്ലേ. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം ഇപ്പോ എല്ലാവരും ഒരു മാസം 1,00,000 രൂപ മിനിമം ഈ ഒരു വെബ്സൈറ്റ് ബിൽഡിങ്ങിലൂടെ മാത്രം ഏൺ ചെയ്യുന്നുണ്ട്. വളരെ ക്വിക്കായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ. ഒരു ദിവസം പോലും വേണ്ട ശരിക്കും പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പോഴേ. അത്രയ്ക്കും ഈസി ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ദിവസം ഇപ്പോൾ ഒരു വെബ്സൈറ്റിന് നമ്മൾ 10,000 വെച്ച് ചാർജ് ചെയ്താൽ ഒരു 10 വർക്ക് പിടിച്ചാൽ മതി. മിനിമം നമുക്ക് നല്ലൊരു ബേസിക് ഏർണിംഗ് തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ കഴിവ് പോലെ. വർക്ക് ചെയ്യുന്നുണ്ടോ നിലവില്? നിങ്ങൾ എവിടെയെങ്കിലും ഇതിനൊപ്പരം തന്നെ വേറെ ഏതെങ്കിലും കമ്പനിയിലോ അല്ല അങ്ങനെ എന്തെങ്കിലും വർക്കിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു. യെസ്, നമ്മൾ മൾട്ടിപ്പിൾ കമ്പനീസിൽ ഉണ്ട്. അതാണ് ഒരു കുഴപ്പം. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആവാട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഐഡിയാസ് ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കും ആവാം. ഓക്കെ ഓക്കെ. സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട്. ഉറപ്പായിട്ടും നമ്മുടെ സപ്പോർട്ട് 100% എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവും. ഓക്കെ ഓക്കെ, ഇതില് ചെയ്തോളൂ. നമുക്ക് അവിടെ എലിമെന്റോർ സെലക്ട് ചെയ്തോളൂ എല്ലാവരും. ഓക്കെ എലിമെന്റോർ സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ ബിസിനസ് എന്ന് പറഞ്ഞുണ്ടോ? അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. റെസ്റ്റോറൻറ്റ് സെലക്ട് ചെയ്യാം. അത് വന്നിട്ടില്ല. തൽക്കാലം ഒരു കാര്യം ചെയ്യാം, എലിമെന്റോർ മാറ്റിയിട്ടേ അതിനെ ബ്ലോക്ക് എഡിറ്റർ കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് മാറ്റി നോക്കാം. റെസ്റ്റോറൻറ്റോ ബ്ലോക്ക് എഡിറ്ററിലും വരുന്നില്ല. അപ്പോൾ ബ്ലോക്ക് എഡിറ്റർ മാറ്റിയിട്ട്
ബീവർ ബിൽഡർ കൊടുക്കാം. ബ്ലോക്ക് എഡിറ്ററിൽ വരുന്നുണ്ടല്ലോ. വരുന്നുണ്ടല്ലേ? വിഷ്ണുപ്രിയയുടെ ഇതിൽ ലോഡ് ആവുന്നില്ല എന്നുള്ളൂ. ഒന്ന് റീലോഡ് കൊടുക്കാവോ വിഷ്ണുപ്രിയ? ആ ബീവറാണോ എടുക്കേണ്ടത്? അല്ല ഞാൻ ബ്ലോക്ക് എഡിറ്റർ ആണ് എടുത്തത്. ബ്ലോക്ക് എഡിറ്റർ എഡിറ്ററിൽ എടുത്തോളൂ, കുഴപ്പമില്ല. നമുക്ക് വിഷ്ണുപ്രിയയുടെ ഇതിൽ ലോഡ് ആയിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ അതാണ് നമ്മൾ നോക്കിയത്. ബ്ലോക്ക് എഡിറ്റർ മാറ്റിയിട്ടേ ആ അതിന് നമുക്ക് എലമെന്റോറിന് തന്നെ കൊടുക്കാം. ഇപ്പൊ വന്നല്ലോ, ലോഡായി കണ്ടോ? ആ അപ്പൊ ആ എലമെന്റോറിനകത്ത് തന്നെ തൽക്കാലം ബിസിനസ് അല്ല, ജസ്റ്റ് ഒന്നും കൂടി ഷിഫ്റ്റ് ചെയ്യൂ. എലമെന്റോർ എടുക്കൂ. പ്രജേഷ് എടുത്തോളൂ, എലമെന്റോർ എടുത്തോളൂ. വിഷ്ണുപ്രിയ എലമെന്റോർ എടുത്തോളൂ. അല്ല, വിഷ്ണുപ്രിയ ബ്ലോക്ക് എഡിറ്റർ എടുത്തിട്ട് പിന്നെ എലമെന്റോർ എടുക്കുക. വേറെ ഒന്നും ക്ലിക്ക് ചെയ്യല്ലേ. ആ ബ്ലോക്ക് എഡിറ്റർ എടുത്തിട്ട് എലമെന്റോർ ഒന്ന് കൊടുത്താൽ മതി. റെഡിയായി. ഇനി എങ്ങനെയുണ്ട് ഇപ്പോൾ? നേച്ചർ എ വണ്ടർഫുൾ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ പ്രജേഷിന് കിട്ടിയ പോലെ വന്നോ? ഇപ്പം എലമെന്റോറിൽ എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് ബ്ലോക്ക് എഡിറ്ററിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. ഓക്കെ. ഇവിടെ ഇപ്പോ വിഷ്ണുപ്രിയക്ക് കിട്ടിയിട്ടുണ്ട്. ഒറ്റ മിനിറ്റ് പ്രജേഷ്, ഒരു മിനിറ്റ് സ്ക്രീനിലോട്ടൊന്ന് ശ്രദ്ധിക്കുക. അവിടെ എ വണ്ടർഫുൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കണ്ടോ? ഉം. അതിനെ സെലക്ട് ചെയ്തോളൂ. തൽക്കാലം നമുക്ക് എല്ലാവർക്കും സെയിം ഇത് തന്നെ സെലക്ട് ചെയ്യാം. സെയിം ഇത് സെലക്ട് ചെയ്യുമ്പോൾ സെയിം എഡിറ്റ്സ് ആയിരിക്കും വരുന്നത് തീം ആവുമ്പോൾ. അപ്പോൾ നമുക്ക് പഠിപ്പിക്കാൻ കുറച്ചും കൂടി എളുപ്പമായി. ഇതിനെ നമുക്ക് പിന്നെയും മാറ്റാനൊക്കെ പറ്റും കേട്ടോ. ഓക്കെ തീമൊക്കെ നമുക്ക് മാറ്റാം. അതെങ്ങനെയാ മാറ്റുന്നതെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ പതുക്കനെ താഴേക്ക് വരിക. ലെഫ്റ്റ് സൈഡിലായിട്ട് താഴേക്ക് വന്നോളൂ. നമുക്കിവിടെ ഫോണ്ട് മാറ്റാം, കളർ മാറ്റാം, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ലോഗോ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ലോഗോ ഒന്നും ഉണ്ടാവില്ല, അപ്പോൾ ഫോർ ദ ടൈം ബീങ് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഉം. കണ്ടിന്യൂ കൊടുത്തോളൂ തൽക്കാലം. സെലക്ട് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നിട്ട് പതുക്കനെ താഴേക്ക് വരിക. സെലക്ട് ഓക്കെ. ഏറ്റവും താഴേക്ക് വന്നിട്ട് സ്കിപ്പ് ദിസ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞുണ്ടോ റൈറ്റ് ആ സൈഡിൽ, ആ അതൊന്ന് സെലക്ട് ചെയ്തോളൂ. ഇതിൽ നമ്മുടെ ഡീറ്റെയിൽ ഒക്കെ കൊടുക്കുക. പേര്, ഇമെയിൽ ഐ ഡി, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തോളൂ. ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഒറിജിനൽ സ്വന്തം ഇമെയിൽ ഐ ഡി കൊടുക്കാൻ ശ്രമിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാണ്ട് നോക്കുക. ഇതിൽ ഏതാ കൊടുക്കേണ്ടത്? ഇതിൽ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഏത് വേണമെങ്കിലും കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. അവിടെ തൊട്ട് താഴെ കണ്ടോ ഐ അണ്ടർസ്റ്റാൻഡ്, ആ ലെറ്റ്സ് ഗോ ആ എന്ന് പറഞ്ഞതിനെ സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് ആൻഡ് ബിൽഡ് മൈ വെബ്സൈറ്റ് കൊടുക്കും. യെസ്, കണ്ടോ? അപ്പോൾ അത് ഇങ്ങനെ ഇൻസ്റ്റാളിംഗ് ആണ്. നമ്മുടെ വെബ്സൈറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. വിഷ്ണുപ്രിയ ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തോളൂ. പ്രജേഷ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുക. ഓക്കെ. പ്രജേഷിന് അത് വന്നില്ലല്ലോ, ഇപ്പോഴും വന്നില്ലല്ലോ. പിന്നെ ഇതില് എടുത്തു വെച്ചിട്ടുണ്ട്. നോക്കാം. വന്നല്ലോ. പക്ഷെ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ അകത്താണ്. എലമെന്റർ അല്ലേ എടുത്തേക്കണേ? അല്ലല്ല, അല്ലേ? എന്നാ ബാക്ക് എടുക്കൂ. ലെഫ്റ്റ് സൈഡിൽ താഴെ എലമെന്റർ ആകുമ്പോഴേ എല്ലാവർക്കും എഡിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. സെയിം തന്നെ ആയിരിക്കും എല്ലാവരും ചെയ്യുന്നത്, അപ്പോൾ നമുക്കത് മനസ്സിലാക്കാനും എളുപ്പമാണ്. ആ ബ്ലോക്ക് എഡിറ്റർ എന്ന് പറഞ്ഞ കണ്ടോ, അവിടെ എലമെന്റർ കൊടുക്കുക. എലമെന്ററിൽ വരുന്നില്ല. ഒന്ന് റീലോഡ് കൊടുക്കാവോ? ഒന്ന് റീലോഡ് കൊടുത്തോളൂ. ലെഫ്റ്റ് സൈഡിൽ മേലിൽ കണ്ടോ സി പോലത്തെ ഒരു ബട്ടൺ? അല്ല, ലെഫ്റ്റ് സൈഡിൽ മേളിൽ ഇതാണ്. സി പോലെ ഒരു ഇവിടെ അല്ല. യെസ്.
അതൊന്നും എടുക്കല്ലേ, ഒരു മിനിറ്റ്. നമുക്ക് ആ എലിമെന്ററിനെ മാറ്റിയിട്ട് ബ്ലോക്ക് എഡിറ്റർ എന്ന് പറഞ്ഞു കൊടുക്കാം. അതെ, അതിലാണ് ഞാൻ നേരത്തെ എടുത്തു വെച്ചത്. അല്ല, അതെടുക്കല്ലേ, ഒരു മിനിറ്റ് ഒന്ന് പറയട്ടെ. ബ്ലോക്ക് എഡിറ്ററിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് എലിമെന്റോറിനെ സെലക്ട് ചെയ്യാം. ഇത് ലോഡ് ആവുന്നില്ല. നേരത്തെ വിഷ്ണുപ്രിയക്ക് ഇങ്ങനെ തന്നെയായിരുന്നില്ലേ? ആ പിന്നെ റീലോഡ് കൊടുത്തപ്പോൾ അത് റെഡിയായി അല്ലേ? ഒന്ന് 2 പ്രാവശ്യം ചേഞ്ച് ചെയ്ത് കൊടുത്തപ്പം റെഡിയായി. യെസ് യെസ്. ബീവർ ബിൽഡറും വരുന്നില്ല. ഒന്ന് റീലോഡ് കൊടുക്കൂ ഒന്നും കൂടി. പ്രജേഷ് ഒന്നും കൂടി. അതല്ലേ വന്നില്ല. ആ, റീലോഡ് കൊടുത്തു. ഓക്കെ, തൽക്കാലം ബീവർ ബിൽഡറിലോട്ട് വരിക ഒന്നും കൂടി. അത് മാറ്റി എലിമെന്റോറിലേക്ക് വരിക. ഇവിടെ ഗെറ്റ് എസെൻഷ്യൽ എന്നുള്ള അതായിട്ട് ക്ലിക്ക് ചെയ്യേണ്ടതുണ്ടോ? ഇത് ഇല്ലല്ലോ. ഒരു താഴെ മിനിറ്റ്. അതൊന്നും ചെയ്യണ്ട, ഒരു മിനിറ്റ്. പ്രജേഷ്, നമ്മുടെ ആ വെബ്സൈറ്റിന്റെ URL ഒന്ന് നമ്മുടെ ചാറ്റിലേക്ക് ഇട്ടേക്കാവോ? pmtdigital.shop എന്ന് ഇട്ടോ. ഇതാണോ? യെസ് യെസ്. ഒന്ന് ചാറ്റിലേക്ക് ഇട്ടോളൂ. എന്നിട്ട് സ്ക്രീൻ ഷെയറിംഗ് നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ തന്നെ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. PMT ഡിജിറ്റലിന് എന്താണ് ഒരു പ്രോബ്ലം? എങ്ങനെയാണോ വരുന്നത് പ്രജേഷ്? എനിക്കിവിടെ നേരത്തെ ഹീറോസ്റ്റീൻ്റെ അകത്ത് പേജിൽ പ്രശ്നം കാണുന്നില്ലല്ലോ. ഇങ്ങനെയല്ലേ വരുന്നേ? ഇങ്ങനെയാണോ? ഏതിലാണ്, വേർഡ് പ്രസ്സിലാണോ ഏതിലാണ് ചോദിക്കുന്നത്? നോക്കട്ടെ. pmtdigital.shop അല്ലേ? ആ, അതെ. ഓ, ഇത് എന്താണാവോ ഇങ്ങനെയൊക്കെ വരുന്നത്? ഓഹോ, കുഴപ്പമില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ പ്രജേഷ്, ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുക. നമുക്കൊന്നും കൂടി ഒന്ന് നോക്കാം എന്താ സംഭവം എന്ന്. ആ, ഓക്കെ ഫൈൻ. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് തിരിച്ചു വരിക. W ക്ലിക്ക് ചെയ്താൽ മതി വട്ടത്തിനകത്ത്. ഓക്കെ, ഇനി നമ്മുടെ പ്ലഗിൻസിലോട്ട് വന്നോളൂ. പ്ലഗിൻസിനകത്ത് ഇൻസ്റ്റോൾഡ് പ്ലഗിൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരുമ്പോൾ നമ്മുടെ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് ഉണ്ടോ എന്ന് നോക്കുക. താഴോട്ട് വരിക, താഴോട്ട് വരിക, താഴോട്ട് വന്നോളൂ, താഴോട്ട് വന്നോളൂ. യെസ്, ഏറ്റവും താഴെ കണ്ടോ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്? അതിനെ ഗെറ്റ് സ്റ്റാർട്ടഡ്.
ഒന്ന് റെഡി ആവട്ടെ. അവിടെ AI വെബ്സൈറ്റ് ബിൽഡർ മാറ്റിയിട്ട് നമ്മുടെ സ്വന്തം എലമെന്റോർ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ റെഡിയായി കണ്ടോ. അപ്പോൾ 1-2 മിനിറ്റ് നമ്മൾ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ സംഭവം റെഡിയായി കിട്ടും. ഓക്കെ, ഇതിൽ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തിട്ട് ഇതിൽ എഡിറ്റിംഗ് ഇതിലൊന്നും മാറ്റം വരുത്തേണ്ടി വരും അല്ലേ? ഫോണ്ടൊക്കെ കുഴപ്പമില്ല, ഇത് തന്നെ മതി. ഫോണ്ട് കളറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം, ഇപ്പം മാറ്റണമെന്നില്ല. എന്നിട്ട് ഏറ്റവും താഴെ റൈറ്റ് സൈഡിലായിട്ട് സ്കിപ്പ് കൊടുക്കാം. ഇത് സ്കിപ്പാ? ആ ഇതിൽ നമ്മുടെ തന്നെ സ്വന്തം ഡീറ്റെയിൽസ്, പേര്, ഇമെയിൽ ID അതൊക്കെ നമുക്ക് കൊടുക്കാം. കറക്റ്റ് തന്നെ ഒഫീഷ്യൽ നെയിം ഒന്നും കൊടുക്കണമെന്നില്ലല്ലോ, ജസ്റ്റ് കൊടുത്താൽ പോരാ? മതി. സിമ്പിൾ ആയിട്ടുള്ള ഇത് കൊടുത്തോളൂ, കുഴപ്പമില്ല. അങ്ങനെ വിഷ്ണുപ്രിയയുടെ ഇത് റെഡി ആയല്ലോ അല്ലേ? റെഡിയായി. ഓക്കെ. ഇൻസ്റ്റലേഷൻ ഒരു 1 മിനിറ്റ് എടുക്കും. വ്യൂ ചെയ്യാനാ? യെസ്, വ്യൂ യുവർ വെബ്സൈറ്റ് കൊടുക്കുക. എല്ലാവരും വ്യൂ കൊടുത്തോളൂ കേട്ടോ. വിഷ്ണുപ്രിയയും ചെയ്തോളൂ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു വെബ്സൈറ്റ് കിട്ടി കണ്ടോ. ഏറ്റവും മേളിൽ നമുക്ക് കാണാം ഹോം, എബൌട്ട്, സർവീസ്, പ്രോജക്ട്സ്, കോണ്ടാക്ട് എന്നൊക്കെ പറഞ്ഞു കണ്ടോ. ഇതാണ് നമ്മുടെ ഹെഡർ സെക്ഷൻ, നമ്മുടെ വെബ്സൈറ്റിന്റെ ഹെഡർ സെക്ഷൻ എന്ന് വെച്ചാൽ ഏറ്റവും മേളിലത്തെ ഭാഗം. അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെനൂസ് ആണ്. മെനുവിനകത്തുള്ള മൾട്ടിപ്പിൾ പേജസ് ആണ്. എത്ര പേജസ് ഉണ്ട് ഇപ്പോൾ? മുകളിൽ ഹെഡിങ്സ് മാത്രം? ഹോം, എബൌട്ട്, സർവീസ് എന്നൊക്കെ പറഞ്ഞു കാണോ. 4 പേജ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ പേജസ് ആണ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. പ്രജേഷിന്റെ റൈറ്റ് സൈഡിൽ മേളിലായിട്ട് ഒരു 3 കുത്ത് കണ്ടോ. സ്റ്റാറാ? അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു 3 കുത്ത് അറ്റത്ത്. ഇതാണ്? യെസ്, അതില് സൂം 100% ആണ് ഇരിക്കുന്നത് അല്ലേ. നമ്മുടെ ഡെസ്ക്ടോപ്പ് എടുക്കാൻ പറ്റുമോ? നമ്മുടെ ഡിസ്പ്ലേ സെറ്റിംഗ്സ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അതിന്റെ ഡിസ്പ്ലേ സെറ്റിംഗ് നമുക്കൊന്ന് നോക്കാം. 100% ആണ് റെക്കമെൻഡഡ്. അതൊന്ന് സെലക്ട് ചെയ്യുക. ഏത്? 100% റെക്കമെൻഡഡ് എന്ന് പറഞ്ഞു കേട്ടോ. അത് ഓൾറെഡി സെലക്ടഡ് ആണല്ലോ. ഒന്ന് സെലക്ട് ചെയ്യൂ. അതൊന്ന് 125 ആക്കാം. ഓക്കെ ഫൈൻ. ഇത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുണ്ട്. തൽക്കാലം ഇത് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പ് ഇതിലോട്ട് വരാം. ഗൂഗിൾ ക്രോമിലേക്ക് വരാം. യെസ്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടി ചെയ്യാം. നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് തിരിച്ചു വരാം. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് തിരിച്ചു വരാം. അതല്ലേ സർ? വട്ടത്തിനകത്ത് W. യെസ്, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഡാഷ്ബോർഡിലേക്ക് വരാം.
ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ അതൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ട് നമ്മളൊരു പ്ലഗിൻ ആഡ് ഓൺ ചെയ്ത് കൊടുത്തു. പ്ലഗിന്റെ പേരെന്താണ്? ലെവൻഡർ. ആ, സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്. അപ്പോൾ അതിനകത്ത് നമുക്ക് എലിമെന്റർ എന്ന് പറഞ്ഞ പേജ് ബിൽഡർ ഉണ്ടായിരുന്നു അല്ലേ? ആ എത്ര പേജ് ബിൽഡേഴ്സ് ഉണ്ട്? 4 ഏതൊക്കെയാണ്? ബ്ലോക്ക് എഡിറ്റർ, എലിമെന്റർ, ബീവർ ബിൽഡർ, ആൾ വെബ്സൈറ്റ് ബിൽഡർ. ആ, ഇത്രയും മാത്രമല്ല, ഇത് കൂടാണ്ടും ആയിരക്കണക്കിന് പേജ് ബിൽഡേഴ്സ് അവൈലബിൾ ആണ്. ഏത് പേജ് ബിൽഡർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ പേജിനെ എഡിറ്റ് ചെയ്യണം. ആ ഓക്കെ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഏതാണ്? എലിമെന്റർ എന്ന് പറഞ്ഞ എലിമെന്റർ. പേജ് ബിൽഡർ. യെസ്, ഓക്കെ. ആ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും വേണമെങ്കിൽ ഒരു 3 മിനിറ്റ്സ് എല്ലാവർക്കും വേണമെങ്കിൽ വെള്ളം കുടിച്ചിട്ട് തിരിച്ചു വരാം. ഒരു വാട്ടർ ബ്രേക്ക് എല്ലാവർക്കും എടുക്കാം. ഓക്കെ. ഓക്കെ ഓക്കെ. യെസ്.
ഓക്കെ, എല്ലാവരും തിരിച്ചു വന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടല്ലോ? വിഷ്ണുപ്രിയ, പ്രജേഷ്, ആ ഓ, ആ ഓക്കെ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ബേസിക് ആയിട്ട് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മൾട്ടിപ്പിൾ പേജസ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനെങ്ങനെയാ ഈ ഒരു പേജ് ആഡ് ചെയ്യുന്നത്? ആ പേജിനെ നമുക്ക് എങ്ങനെ നമ്മുടെ നേരത്തെ കണ്ട മെനൂസിൽ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം എന്നൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഫോർ ദ ടൈം ബീയിങ് ലെഫ്റ്റ് സൈഡിൽ മേളിലായിട്ട് കണ്ടോ പേജസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലായിട്ട് ഓക്കെ. അവിടെ പേജസ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാം. അതില് ഓൾ പേജ്, ആഡ് ന്യൂ പേജ് അങ്ങനെ വരുന്നുണ്ട്. ആ, എല്ലാവരും പേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ന്യൂ പേജ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ആഡ് ന്യൂ പേജ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് വരട്ടെ. ആഡ് ടൈറ്റിൽ ടൈപ്പ് അത് അങ്ങനെ ഒരു പേജാ വന്നിട്ടുള്ളത്. യെസ്, കറക്റ്റ് ആണ്. പ്രജേഷിന്റെ ഇത് ലോഡ് ആവുന്നേ ഉള്ളൂ. അതൊന്ന് ലോഡ് ആവട്ടെ. പ്രജേഷ്, നെറ്റ് സ്ലോ ആണല്ലോ. നമുക്ക് എന്തെങ്കിലും സ്പീഡാക്കാൻ വല്ല വഴിയുണ്ടോ? വൈഫൈന്റെ അടുത്തോട്ട് ഇരിക്കാവോ? ഏതാ ഇപ്പൊ? ഹോട്ട്സ്പോട്ട് ആണോ ഉപയോഗിക്കുന്ന? ഹോട്ട്സ്പോട്ട് ആണോ? അല്ല, വൈഫൈ. വൈഫൈ ആണോ ഹോട്ട്സ്പോട്ട് ആണോ? എന്താ ഉപയോഗിക്കുന്നത്? കേൾക്കുന്നില്ല. അത് ലോഡ് ആവുന്നില്ല, കട്ടായി പോയെന്നു. പ്രതീക്ഷ സ്റ്റക്ക് ആയിരിക്കുകയാണ്. ഞാനൊന്ന് മോഡ് ഓഫ് ആക്കി ഓൺ ആക്കിയോ? ഓക്കെ, ഫൈൻ. ലാൻ കണക്ഷൻ വല്ലതും ഉണ്ടോ? ഞാനല്ല, ഇത് വൈഫൈ കണക്ഷൻ ആണ്. വൈഫൈ ആണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയി, സ്പീഡപ്പ് ആവും. നോക്കാം, അത് ലോഡ് ആവട്ടെ. കട്ടായി പോയിട്ടുണ്ട്. വരട്ടെ. പ്രജേഷ് ഒന്നുകൂടി ഒന്ന് റീജോയിൻ ചെയ്യണേ. യെസ്, പ്രജേഷ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ഷെയർ ചെയ്തോളൂ. ഓക്കെ. ഒന്ന് റീലോഡ് കൊടുത്തോളൂ കേട്ടോ. അത് യെസ്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശ്രദ്ധിക്കാം. നമ്മളിപ്പോൾ വീണ്ടും ഇപ്പോൾ വെൽക്കം ടു ദ ബ്ലോക്ക് എഡിറ്റർ. തൽക്കാലം അതിനെ ക്ലോസ് ചെയ്യുക. ബ്ലോക്ക് എഡിറ്റർ നമുക്ക് വേണ്ട. ആഡ് ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? അതിൽ നമുക്കൊരു ടൈറ്റിൽ ആഡ് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്കൊരു പേജിന് പേര് കൊടുക്കാവുന്നതാണ്. തൽക്കാലം ഇപ്പം നമ്മളൊരു പേര് കൊടുക്കണമെന്ന് വെച്ചാൽ ഡെമോ എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കാം. ഡെമോ, DEMO. ഫുള്ള് ക്യാപ് ലെറ്റർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്മോൾ ലെറ്റർ ആണോ? നിർബന്ധമില്ല. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ആദ്യത്തെ ആൽഫബറ്റ് ക്യാപിറ്റലും പിന്നെ വേണമെങ്കിൽ ബാക്കി സ്മോൾ ലെറ്റർ ആയിട്ടും കൊടുക്കാവുന്നതാണ്. ഓക്കെ. നമ്മുടെ മെനുവിൽ നമ്മൾ എങ്ങനെ കാണണം അതുപോലെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് റൈറ്റ് സൈഡിൽ മേളിൽ കണ്ടോ പബ്ലിഷ്? ഏറ്റവും മേളിൽ റൈറ്റ് സൈഡിലായിട്ട്
പബ്ലിഷ് ചെയ്യണം, എന്ന് ക്ലിക്ക് പറഞ്ഞ് കാണാൻ പറ്റും. ചെയ്യണം. ആ ഒന്ന് പബ്ലിഷിൽ ക്ലിക്ക് ചെയ്തോളൂ. ആ പബ്ലിഷിൽ നമ്മൾ ഒരു തവണ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഒരു തവണയും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. പബ്ലിഷ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തന്നെ നമ്മൾ എന്താണ്, നമ്മുടെ പേജ് ബിൽഡറിന്റെ പേരെന്താ? പേജ് ബിൽഡറിന്റെ എലിമെന്റ്. എലിമെന്റർ. യെസ്. അപ്പോൾ അതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ കണ്ടോ എഡിറ്റ് വിത്ത് എലിമെന്റർ. നമ്മൾ പേജിന് ഒരു ടൈറ്റിൽ കൊടുത്തു, അതേപോലെ തന്നെ 2 തവണ അതിനെ പബ്ലിഷ് ചെയ്തു. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് എഡിറ്റ് വിത്ത് എലിമെന്റോർ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അത് ഒറ്റ തവണ ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ഈ സ്റ്റെപ്പ് എല്ലാവർക്കും എഴുതിയെടുക്കാവുന്നതും കൂടിയാണ്. കാരണം ഇത് തന്നെയായിരിക്കും നമ്മുടെ ആ ഒരു സ്റ്റെപ്സും പ്രൊസീജിയേഴ്സും ഒക്കെ വരുന്നത്. എഡിറ്റ് വിത്ത് എലിമെന്റർ ക്ലിക്ക് ചെയ്യുന്ന. യെസ്, എഡിറ്റ് വിത്ത് എലിമെന്റോർ തന്നെ കൊടുക്കാം. ഒരു തവണ ക്ലിക്ക് ചെയ്തോളൂ. ഓക്കെ. അപ്പൊ അതിന്റെ തൊട്ട് താഴെ നമുക്ക് സ്കിപ്പ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. ഏറ്റവും താഴെ കണ്ടോ സെന്ററിൽ, അതിന് നമുക്ക് സ്കിപ്പ് കൊടുക്കാം. എന്നിട്ട് ആ റൈറ്റ് സൈഡിൽ നമുക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനെ ഒന്ന് ക്ലോസ് കൊടുക്കാം. ആ റൈറ്റ് സൈഡിൽ മേളിലായിട്ട് റൈറ്റ് സൈഡിൽ യെസ്, സ്ട്രക്ചർ ക്ലോസ് ചെയ്തല്ലോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കോഡിംഗ് ഒന്നും ഇല്ലാണ്ട് വളരെ ഈസി ആയിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മെത്തേഡിൽ ഇപ്പോഴത്തെ കാലത്ത് അട്രാക്റ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റ്സിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. അതും നമ്മുടെ ഈ ഒരു വേർഡ് പ്രസ് പ്ലാറ്റ്ഫോമിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുമല്ല, നമുക്കിപ്പോൾ ഒരു ദിവസം തോന്നുവാണ്, എല്ലാവരും സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ എഴുതിയും കൂടി എടുക്കുക കേട്ടോ. ഒരു ദിവസം തോന്നി നമുക്ക് കോഡിങ് പഠിക്കണം. അയ്യോ, ഞാനിതിപ്പോൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷെ എനിക്ക് കോഡിങ് ചെയ്തുകൊണ്ട് തന്നെ വെബ്സൈറ്റിനെ ചെയ്യണം എന്ന് എപ്പോഴെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കോഡിങ് പഠിക്കാനായിട്ടുള്ളൊരു സംവിധാനമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് പുതിയ ടാബിലേക്ക് വരിക. പുതിയ ടാബിലേക്ക് വന്നോളൂ. Ctrl+T കൊടുക്കുക. അവിടെ സെർച്ച് ചെയ്യുക w3schools.com. W3 schools. ഓക്കെ. schools.com. schools.com. യെസ്, കറക്റ്റ് ആണ്. അതില് എൻ്റർ. അതില് കണ്ടോ ലേൺ ടു കോഡ് വിത്ത് ദ വേൾഡ്സ് ലാർജസ്റ്റ് വെബ് ഡെവലപ്പർ സൈറ്റ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമുക്ക് HTML, CSS, JavaScript, SQL, Python, ജാവ എന്താണ്, വളരെ പവർഫുൾ ആണ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് നമുക്ക് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് പഠിക്കാം. അപ്പോൾ അതിന് ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ഒന്നിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ആദ്യം HTML മേളിൽ കണ്ടോ ലെഫ്റ്റ് സൈഡിലായിട്ട്, അതിനെ സെലക്ട് ചെയ്യുക. ആയിട്ടില്ല സർ, ഒരു മിനിറ്റ്. ഇപ്പൊ നിങ്ങൾ എവിടുന്നാ എടുക്കുന്നത്? ഇത് നമ്മൾ W3 സ്കൂൾസ് എന്ന് പറഞ്ഞു അത് കണ്ടായിരുന്നു. അതെടുത്തിട്ട് എനിക്കൊന്നും വന്നില്ല. അപ്പം അതിൽ നിന്ന് വീണ്ടും ഏതെങ്കിലും എടുക്കാനുണ്ടോ? അതിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല, ജസ്റ്റ് HTML എന്ന് പറഞ്ഞു കണ്ടോ. w3schools.com എന്ന് അടിച്ചപ്പം W3 സ്കൂൾസ് ഓൺലൈൻ വെബ് ട്യൂട്ടോറിയൽ അങ്ങനെയൊക്കെയാ വന്നത്. അതിന് ആദ്യത്തെ റിസൾട്ട് ഒന്ന് സെലക്ട് ചെയ്തോളൂ, W3 സ്കൂൾസ്.
ഓക്കെ. ഇതേപോലെ കിട്ടിയോ ലേൺ ടു കോഡ് എന്നൊക്കെ പറഞ്ഞ? HTML, CSS, ജാവ. യെസ് യെസ്. ഓക്കെ. അപ്പോൾ തൽക്കാലം നമുക്ക് അവിടെ HTML നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആ നിങ്ങൾക്ക് ഒരു 1 hour ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 2 hours ഉണ്ടെങ്കിൽ ആ എപ്പോഴെങ്കിലും ഇതെടുത്തിട്ട് ജസ്റ്റ് ഒന്നിരുന്ന് ഒന്നൊന്നായിട്ടൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കോഡിങ് പഠിക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ. വളരെ ഈസിയാണ് കോഡിങ്, പക്ഷെ നല്ല ബോറിംഗ് ആണ് എന്ന് പറഞ്ഞ് കുഴപ്പമില്ല. പലർക്കും പല ഇൻട്രസ്റ്റ് ആയിരിക്കും. ചിലവർക്ക് കോഡിങ് തന്നെ ചെയ്തുകൊണ്ടിരിക്കാനൊക്കെ തോന്നും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ChatGPT അല്ലെങ്കിൽ അതേപോലത്തെ പ്ലാറ്റ്ഫോം ഡീപ് സീക്ക് അതിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കോഡ് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചോദിക്കുമ്പോൾ അപ്പം തന്നെ അവർ നമുക്ക് കോഡും ജനറേറ്റ് ചെയ്ത് തരും. ഇപ്പോൾ അതും ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ഇതും ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല സ്ട്രോങ് ബേസ് കിട്ടുന്നതായിരിക്കും നമ്മുടെ കോഡിങ്ങിൻ്റെ കാര്യം കൊണ്ട്. ഓക്കെ, അപ്പോൾ എത്ര പേർക്ക് കോഡിങ് പഠിക്കണം? പ്രജേഷ്? നോക്കാലോ. ഓക്കെ ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും 1 മണിക്കൂർ വെച്ച് ഇത് നോക്കുക. W3 സ്കൂൾസ് നോക്കുക. ഓക്കെ. എങ്ങനെയുണ്ട്? വിഷ്ണുപ്രിയക്ക് താല്പര്യമുണ്ടോ കോഡിങ് പഠിക്കാൻ? കുഴപ്പമില്ല, നോക്കാം. ഓക്കെ ഓക്കെ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാവരും ചെയ്ത് നോക്കുക, അത് ഓക്കെ. നല്ല രസമായിരിക്കും. പിന്നെ അവിടെ കണ്ടോ സ്റ്റാർട്ട് ലേണിംഗ് HTML നൗ തൊട്ട് താഴെയായിട്ട് ആ അതിനെ സെലക്ട് ചെയ്താൽ HTML എന്താണ്, HTMLന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഉത്തരങ്ങളും ഇവിടെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിനകത്ത് എക്സാമ്പിൾ കണ്ടോ, ട്രൈ ഇറ്റ് യുവർ സെൽഫ്. അവിടെ നോക്കിയേ, ട്രൈ ഇറ്റ് യുവർ സെൽഫ് പച്ച കളറിലൊരു ബട്ടൺ കണ്ടോ? യെസ്, ആ ആ അതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ടൈപ്പ് ചെയ്ത് പഠിക്കാം. കണ്ടോ? ആ ഇപ്പോ ഫോർ ദ ടൈം ബീങ് H1 എന്ന് പറഞ്ഞുണ്ടോ, H1 സ്റ്റാർട്ടിങ്ങും ക്ലോസിങ്ങും. ആ അവിടെ ആ ഒരു ഇത് മാത്രം ലൈൻ മാത്രം കോപ്പി ചെയ്തോളൂ. H1 H1 this is a heading അതാണോ? H1 മൈ ഫസ്റ്റ് ഹെഡിങ്. അതിനെ അപ്പുറത്തെ H1 കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്തിട്ട് ഒരു എൻ്റർ കൊടുത്ത് ഒരു ലൈൻ വിടുക. H1 ക്ലോസിങ്ങിൻ്റെ അവിടെ സെലക്ട് ചെയ്തിട്ട് അവിടെ എൻ്റർ കൊടുത്തിട്ട് അവിടെ ഒന്നും കൂടി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ H1 പകരം 2 ആക്കുക. ആദ്യവും 2 ആക്കുക, അവസാനം 2 ആക്കുക. 1 പകരം 2 ആക്കുക. ഇങ്ങനെ H1 എന്ന് പറയുന്നത് ഹെഡിങ് ടാഗ് 1, H2 ഹെഡിങ് ടാഗ് 2 അങ്ങനെ പറഞ്ഞുകൊണ്ട് H6 വരെയുണ്ട്. H1 ആണ് ഏറ്റവും വലിയ സൈസ് വരുന്നത്. H6 ഏറ്റവും ചെറിയ സൈസ് ആയിരിക്കും വരിക. അങ്ങനെ H2 അപ്പുറത്ത് തന്നെ കർസർ വയ്ക്കുക, എൻ്റർ കൊടുക്കുക. പേസ്റ്റ് കൊടുത്തിട്ട് H2 മാറ്റി H3 ആക്കുക. യെസ്, അപ്പോൾ H1 H2 H3 അങ്ങനെ താഴേക്ക് വെക്കാം. അങ്ങനെയല്ല, H3 കഴിഞ്ഞ് H4 H5 H6 വരെ കൊടുത്തോളൂ കേട്ടോ. ആ യെസ്, എല്ലാവരും ചെയ്യാം.
H1 ലൈൻ ഉണ്ട്, H2 ലൈനായി, H3, H4, H5. H5 വരെയാ വേണ്ടത്? H6 വരെ കൊടുത്തോളൂ. 6 എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ സൈസ് ആയിരിക്കും. ഇനി അതിനെ റൺ കൊടുക്കുക. ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല, റണ്ണ് ക്ലിക്ക് ചെയ്താല് ഒന്നും വരുന്നില്ല. ഇത് ഇതേപോലെ കിട്ടിയോ? സ്ക്രീനിൽ കാണുന്ന പോലെ കിട്ടിയോ? റൈറ്റ് സൈഡിലാണ് നമ്മുടെ റിസൾട്ട് വരുന്നത്. മൈ ഫസ്റ്റ് ഹെഡ്ലൈൻ വലുത് തൊട്ട് ചെറുത് വരെ. അതൊന്ന് നോക്കൂ. പ്രജേഷ് ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തോളൂ. വിഷ്ണുപ്രിയ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. മൈ ഫസ്റ്റ് എന്ന് കൊടുക്കണം അല്ലേ? അതെ വന്നല്ലോ. അല്ല, ഇത് ഞാൻ ഇങ്ങനെ തന്നെയാ കൊടുത്തത്. ഞാൻ ഈ നമ്പർ മാത്രം മാറ്റിയതേ ഉള്ളൂ. കറക്റ്റ് ആണ്. അത് ഓക്കെ ആണ്. അതെയോ? ദിസ് ഈസ് എ ഹെഡിങ് എന്ന് അല്ലല്ലോ, മൈ ഫസ്റ്റ് എന്നല്ലേ കൊടുക്കണ്ടേ? ഇല്ല, അത് കുഴപ്പമില്ല. ഇതിപ്പോ നമ്മൾ ജസ്റ്റ് ഒരു ഡെമോ ആയിട്ട് ചെയ്യല്ലേ. ഓക്കെ, പക്ഷെ റണ്ണ് കൊടുത്താലും ഒന്നും അപ്പുറത്ത് നിന്നുണ്ട്, റൈറ്റ് സൈഡിൽ നോക്കി. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ വീണ്ടും ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് സൈഡിൽ കണ്ടോ HTML? ലെഫ്റ്റ് സൈഡിൽ മേളിൽ ഹോമിന്റെ അടുത്ത് തന്നെ HTML എന്ന് പറഞ്ഞിട്ടുണ്ട് മേളിൽ. അതിനെ സെലക്ട് ചെയ്യാം. ട്രൈ HTML അല്ലേ? ഈ HTML അല്ലേ? വെറുതെ HTML ഓക്കെ. സെലക്ട് ചെയ്തോളൂ. ആ അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇത് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് പഠിച്ച് നെക്സ്റ്റ് കൊടുത്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ട്രൈ യുവർ സെൽഫ് കൊടുക്കുന്നു. ഇത് മനസ്സിലായല്ലോ. അത് ഒട്ടും ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ അപ്പൊ എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് തിരിച്ചു വരാം. എല്ലാവരും ഒന്ന് വെബ്സൈറ്റ് എടുത്തോളൂ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കണ്ടോ ഏറ്റവും മേളിലൊരു പ്ലസ്. ഏറ്റവും മേളിലെന്ന് വെച്ചാൽ നടുക്കായിട്ട് സെന്ററിൽ അവിടെ ഒരു പ്ലസ് കണ്ടോ? ഡ്രാഗ് വിഡ്ജറ്റ് ഹിയർ. തൊട്ട് താഴെ ഹോം എന്ന് പറഞ്ഞ എഴുതിയതിന്റെ താഴെ. യെസ്, അവിടെ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനകത്ത് ഫ്ലെക്സ് ബോക്സ് എന്ന് പറഞ്ഞ കണ്ടോ? ആ ഫ്ലെക്സ് ബോക്സിനെ സെലക്ട് ചെയ്തിട്ട് ആദ്യത്തെ ഒരു ബോക്സ് കണ്ടോ ലെഫ്റ്റ് സൈഡിൽ? അതിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക.
അതിനെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ലെഫ്റ്റ് സൈഡിലായിട്ട് ഏത് ഒരു ബോക്സ് ആയിരുന്നു സെലക്ട് ഫ്ലെക്സ് ബോക്സ് ബോക്സസിന്റെ കണ്ടോ? അകത്ത്? ഫ്ലെക്സ് ബോക്സ് എന്ന് പറഞ്ഞുണ്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അതിന്റെ ലെഫ്റ്റ് സൈഡിൽ അറ്റത്തായിട്ടൊരു സിംഗിൾ ബോക്സ് കണ്ടോ? വലിയൊരു ബോക്സ്, ഒറ്റ ബോക്സ്. താഴേക്ക് ഏറോ മാർക്കുള്ള അതാണോ? അല്ലല്ല, ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ. അതെ, അതിന്റെ മുകളിൽ സിമ്പിൾ എന്ന് വെച്ചാൽ താഴേക്കുള്ള ഒരു ഏറോ മാർക്കായിരുന്നു, ഡയറക്ഷൻ ലെഫ്റ്റ് കോളമിലേക്ക്. സൈഡിൽ ആദ്യത്തെ ബോക്സ് വേറെ ഏതെങ്കിലും ഉണ്ടോ? അതൊന്ന് ഷെയർ ചെയ്തേ പ്രജേഷ്. ഞാനത് സെലക്ട് ചെയ്തു. ഇതൊന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തു. ഓക്കെ. ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. വന്നല്ലോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് അനലൈസ് ചെയ്യുക എന്താണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ എല്ലാവരും മനസ്സിലാക്കുക. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പ്ലസ് കണ്ടോ? ആ പ്ലസിനെ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് സെലക്ട് ചെയ്ത പ്ലസ് തന്നെയല്ലേ സർ? അല്ലല്ല, ഇത് സെക്കൻഡ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ മേലിലായിട്ട് ഇ എന്ന് പറഞ്ഞ വട്ടത്തിനകത്ത് ഒരു ഇ ഒക്കെ കണ്ടോ? വെള്ള വട്ടത്തിനകത്ത്. പ്രജേഷ് ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തോളൂ. വിഷ്ണുപ്രിയ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. ലെഫ്റ്റ് സൈഡിലോട്ട് പോട്ടെ. ലെഫ്റ്റ് സൈഡ് ഒന്ന് എവിടെയാന്ന് നോക്കൂ. അതിന്റെ മേളിലോട്ട് നോക്കിയേ. ഇ എവിടെയാ വട്ടത്തിനകത്ത്? മേളിലോട്ട്. ഈ പ്ലസ് യെസ് യെസ്, കറക്റ്റ് കറക്റ്റ്. ഓക്കെ. അവിടെ ആ പ്ലസിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കണ്ടോ, ഇത് നമ്മുടെ എലമെന്റ്സിന്റെ പ്ലസ് ആണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണം. ആ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെന്റ്സ്, എല്ലാ എലമെന്റ്സ് ഉണ്ട്. ഇമേജസ് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്. ഇതെല്ലാം പ്രീമെയ്ഡ് ടെംപ്ലേറ്റ്സ് ആണ്. നമുക്ക് അതിനെ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ആ ലെഫ്റ്റ് സൈഡിൽ പതുക്കനെ ഒന്ന് താഴോട്ട് വരും. ഇത് കണ്ടോ? ടെക്സ്റ്റ് എഡിറ്റർ, ഇമേജ്, വീഡിയോ, ബട്ടൺസ് ഉണ്ട്, സ്പേസർ ഉണ്ട്. കുറച്ചും കൂടി താഴോട്ട് വരും. അതേപോലെ ഗൂഗിൾ മാപ്പ് ഉണ്ട്, ഡിവൈഡർ ഉണ്ട്. ഇങ്ങനെ WP ഫോംസ് ഉണ്ട്. അങ്ങനെ എല്ലാ എലമെന്റ്സും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പിടി കിട്ടിയോ? ആ ഓക്കെ ഓക്കെ. അപ്പോൾ തൽക്കാലം ലെഫ്റ്റ് സൈഡിൽ മേളിൽ ഹെഡിങ് ഉണ്ടോ എന്ന്, അല്ല ടൈറ്റിൽ ഉണ്ടോ എന്ന് നോക്കാം. ഹെഡിങ് എന്ന് പറഞ്ഞുണ്ടോ? ടി എൻ്റെ താഴെ ബേസിക്കിനകത്ത് കണ്ടോ ഹെഡിങ്? അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. അതിനെ ക്ലിക്ക് ചെയ്ത് പിടിക്കുക, ഡ്രാഗ് ചെയ്ത് നമ്മുടെ നടുക്കോട്ടുള്ള പ്ലസ് ഇല്ലേ അതിലോട്ട് കൊണ്ടുവരുമ്പോൾ ഒരു പിങ്ക് കളർ ലൈൻ വരും. ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്തോളൂ. മേളില് ആദ്യം മേളിലെ ആ അതിലൊരു പിങ്ക് കളർ ലൈൻ വരുമ്പോൾ ആ വിട്ടോളൂ. ആ പ്രജേഷ് ഓക്കെ ആണോ? അല്ലല്ല, ഓക്കെ. ഞാനത് എന്നോട് അറിയേണ്ടതിൽ ക്ലിക്ക് ചെയ്തു പോയി. അപ്പൊ ക്ലിക്ക് ചെയ്തപ്പോൾ ഞാൻ ബാക്ക് അടിച്ച് പോകുമ്പോൾ വേറൊരു രീതിയിലാണ് വന്നത്. സാറില്ല. വിഷ്ണുപ്രിയ ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തോളൂ. ഓക്കെ. ആ പ്രജേഷ് ഒന്നും കൂടി ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുക. ഇതിൽ എന്ത് ചെയ്യണം? നമ്മൾ പബ്ലിഷ് ഒക്കെ ചെയ്ത് നിൽക്കുമായിരുന്നല്ലോ. അവിടെ മെയിനിലായിട്ട് എഡിറ്റ് വിത്ത് എലമെന്റോർ എന്ന് പറഞ്ഞു കൊടുത്തു.
ആ ഇത് ഇവിടത്തേക്ക് കൊണ്ടുവരണം. അപ്പം അതല്ല, അതിന്റെ മേളിലായിട്ട് ഒരു പ്ലസ് കണ്ടോ നമ്മൾ ആ എലിമെന്റ്. ഓക്കെ, ആ പിങ്ക് ലൈൻ വരുമ്പോൾ വിടുക. ഓക്കെ ഓക്കെ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കണ്ടോ ആഡ് ഹെഡിങ്. ആഡ് യുവർ ഹെഡിങ് ടെക്സ്റ്റ് ഹിയർ. ആ ലെഫ്റ്റ് സൈഡിൽ അറ്റത്ത് ആ സെന്ററിൽ നമ്മളിപ്പോൾ ഡ്രാഗ് ചെയ്തതല്ല, അല്ലാണ്ട് ലെഫ്റ്റ് സൈഡിൽ ആ ആഡ് യുവർ മനസ്സിലായി. ടെക്സ്റ്റ്. ആ അവിടെ വേണം നമ്മൾ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഓക്കെ. അപ്പൊ നമുക്ക് ഞാൻ കുറച്ചും കൂടി വെബ്സൈറ്റിൽ തന്നെ ഇതന്നല്ല. ലെഫ്റ്റ് സൈഡിൽ അറ്റത്തോട്ട് വരിക. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ കണ്ടോ? ലെഫ്റ്റ് സൈഡ് കൂടിയാണോ? യെസ് യെസ്. അതിൻ്റെ അകത്ത് ആഡ് യുവർ ഹെഡിങ്ങിനെ മാറ്റുക. വെൽക്കം ടു ദ ഡിജിറ്റൽ വേൾഡ് എന്ന് പറഞ്ഞ് കൊടുത്തോളൂ. വെൽക്കം ടു ദ ഡിജിറ്റൽ വേൾഡ്. ഇപ്പൊ നമുക്ക് തൽക്കാലം അതിന്റെ താഴെ കണ്ടോ HTML ടാഗ്, അതിപ്പോ H2 ആയിട്ടായിരിക്കുന്നത്. തൽക്കാലം നമുക്കതിനെ H1 ആക്കി മാറ്റാം. എന്നിട്ട് വിഷ്ണുപ്രിയക്ക് ചെയ്യാൻ പറ്റിയായിരുന്നോ? പറ്റി. ഇനി നമുക്ക് ഏറ്റവും മേളിൽ ലെഫ്റ്റ് സൈഡിൽ സ്റ്റൈലിലോട്ട് വരിക. ഓക്കെ. ലെഫ്റ്റ് സൈഡിൽ മേളിലായിട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞ കണ്ടോ? യെസ്. അതിന്റെ അലൈൻമെന്റിനെ സെന്റർ ആക്കി കൊടുക്കുക. ഇനി അതിന്റെ തൊട്ട് താഴെ ടൈപ്പോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ സെലക്ട് ചെയ്യുക. അതിലൊരു പേന കണ്ടോ? പേന, ഒരു പെൻസിൽ പോലത്തെ ഒരു സിമ്പിൾ. അവിടെ നമുക്ക് സൈസ് എന്ന് പറഞ്ഞതിനെ ഒന്ന് ഇൻക്രീസ് ആക്കാം. സൈസിന്റെ അവിടെ ഒരു വട്ടത്തിലൊരു കുത്ത് കണ്ടോ? സൈസിന്റെ തൊട്ട് താഴെ അതിനെ ക്ലിക്ക് ചെയ്ത് റൈറ്റിലോട്ട് വലിച്ചോളൂ. ഓക്കെ, അത് ഒറ്റ ലൈനിലോട്ട് ആക്കാം. വെൽക്കം ടു ദ ഡിജിറ്റൽ വേൾഡിനെ ഒറ്റ ലൈനിലോട്ട് ആക്കാം. ഓക്കെ ഓക്കെ. പേനന്റെ എടുത്തിട്ട് എന്ത് ചെയ്യണ്ട സർ? ആ സ്റ്റൈലിന്റെ തൊട്ട് താഴെ ഒരു വെള്ള കളർ കുത്ത് കാണാൻ പറ്റും. സ്റ്റൈല് കണ്ടോ? സ്റ്റൈല് അല്ല, സ്റ്റൈലില്ല. സ്റ്റൈലിനകത്ത് മറ്റേ ടൈപ്പോഗ്രഫീന്റെ പേനനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ താഴെ സൈസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കാണാൻ പറ്റും. ഓക്കെ ഓക്കെ. അത് അതിന്റെ താഴെ ഒരു വെള്ള കളറിലൊരു കുത്ത് കാണാൻ പറ്റും. അതിനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ സൈസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സൈസിനെ ഇൻക്രീസ് ചെയ്യാം, കുറയ്ക്കാം, അങ്ങനെ. എത്രയിലോട്ടാ വെക്കേണ്ടത്? അത് നമുക്ക് ആ വെൽക്കം ടു ദ ഡിജിറ്റൽ വേൾഡ് ഒറ്റ ലൈനിലാവുന്ന പോലെ. ഓക്കെ. അതുകൂടാണ്ട് ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ടോ? ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണ്ട് ആണ്, ഡിഫോൾട്ട് ആണ് ഇപ്പൊ ഇരിക്കുന്നത് അല്ലേ? അതിനെ ഒന്ന് മാറ്റിക്കോളൂ. ഫോണ്ട് ഡിഫോൾട്ട് മാറ്റിയിട്ട് എന്തെങ്കിലും ഒരെണ്ണം മാറ്റി കൊടുക്കുക. ഏതെങ്കിലും ഒരെണ്ണം വേറെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് കൊള്ളാം. ഇനി വീണ്ടും ആ പേന പോലത്തെ സിമ്പലിൽ ക്ലിക്ക് ചെയ്യുക ഒറ്റത്തവണ. ടൈപ്പോഗ്രഫിയുടെ പേന പോലത്തെ സിമ്പലിൽ ഒറ്റത്തവണ ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പോഗ്രഫിയുടെ മേളിൽ അത് തന്നെ. എന്നിട്ട് താഴെ കണ്ടോ ടെക്സ്റ്റിന്റെ കളർ റെഡ് കളറിലൊരു വര വന്നിരിക്കുന്നേ? അതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് തൽക്കാലം ഒരു റെഡ് കളറോ എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള കളർ കൊടുത്തു. അവിടെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഒരു കാര്യം ചെയ്യാം. റൈറ്റ് സൈഡിൽ നടുക്കായിട്ട് നമ്മൾ നേരത്തെ ഒരു പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തായിരുന്നില്ലേ? ആദ്യത്തെ പ്ലസ്സിൽ അതിനെ ഒന്ന്, അതല്ല പ്രജേഷ്, നടുക്ക് സെന്ററിൽ താഴെയായിട്ട്. യെസ്, അതിനെ ഒറ്റ തവണ ക്ലിക്ക് ചെയ്യുക. ഫ്ലെക്സ് ബോക്സിനെ ഒരു തവണ ക്ലിക്ക് ചെയ്യുക. അതിൽ വീണ്ടും ഒരു സിംഗിൾ സെക്ഷൻ കൊടുക്കുക. ഇല്ല സർ, ഈ പ്ലസ് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ട് ഫ്ലെക്സ് ബോക്സ് എന്ന് പറഞ്ഞതിന് സെലക്ട് ചെയ്തോളൂ. എന്നിട്ട്
ഒറ്റ തവണ സെലക്ട് ചെയ്തോളൂ പ്രജേഷ്. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലെ എലമെന്റ്സിലോട്ട് വീണ്ടും വരിക. എലമെന്റ്സ് എവിടെയാണ്? ഈ വട്ടത്തിൽ ഒരു ഇ കണ്ടോ? ആ ആ അതിന്റെ അടുത്തൊരു പ്ലസ് കണ്ടോ? ആ അതിൽ വന്നിട്ട് നമുക്കൊരു സ്പേസർ എന്ന് പറഞ്ഞിട്ടുള്ളത് എടുക്കാം. സ്പേസറിനെ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ആ സെക്ഷനിലോട്ട് ഡ്രാഗ് ചെയ്ത് ഇട്ടോളൂ. വായിച്ച് വന്നോളൂ. സ്പേസറിനെ നമുക്ക് കണ്ടുപിടിക്കാം. ആ, ഈ നമ്മള് ഫ്ലെക്സ് ആ ബോക്സ് സെലക്ട് ചെയ്തിട്ട് പിന്നെ വീണ്ടും ഒരു ബോക്സ് സെലക്ട് ചെയ്യണോ? ആ ഫ്ലെക്സ് ബോക്സിനകത്തുള്ള ആദ്യത്തെ ബോക്സ് കണ്ടോ? ആ ആദ്യത്തെ ബോക്സ്. അതിനെ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ എലമെന്റിൽ വന്നിട്ട് ആ സ്പേസറിനെ ഡ്രാഗ് ചെയ്തിടായിരുന്നു. ആ ഓക്കെ. ചെയ്യാൻ പറ്റിയായിരുന്നോ? ആ ആണെങ്കിൽ ആണെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലാന്നും പറയണം കേട്ടോ. കാരണം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകണം. സ്പേസറിനെ ഡ്രാഗ് ചെയ്ത് ഇട്ടു, പക്ഷെ എനിക്ക് ടൈറ്റിൽ നേരത്തെ വന്നതുപോലെ ഒന്നും വന്നില്ല. അങ്ങനെയൊന്നും വരൂല? ഇല്ല, ടൈറ്റിൽ അല്ലേ ഇത്. നമ്മൾ എന്താ ചെയ്തത്? സ്പേസർ അല്ലേ ഇടുന്നത്. സ്പേസർ എന്ന് വെച്ചാൽ ചുമ്മാ ഒരു സ്പേസ് വിടുന്നു എന്ന് മാത്രം. ഓക്കെ, ആ വന്നു. അതിന്റെ താഴെ വീണ്ടും നമ്മുടെ നടുക്കുള്ള പ്ലസിനെ ക്ലിക്ക് ചെയ്തിട്ട് രണ്ട് സെക്ഷൻ ഫ്ലെക്സ് ബോക്സിനകത്ത് വരിക. രണ്ട് സെക്ഷൻ ഫ്ലെക്സ് ബോക്സ് തന്നെ എടുത്തിട്ട് ആ രണ്ടെണ്ണത്തിന്റെ ബോക്സ് സെലക്ട് ചെയ്യുക. ആ ആദ്യത്തെ ബോക്സിനകത്ത് ഒരു ഇമേജിനെ ഡ്രാഗ് ചെയ്ത് ഇടുക. എവിടെ? ഇമേജിനെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? പ്ലസ് ഇപ്പൊ എലമെന്റ്സിൽ പ്ലസ്. യെസ് അതെ, യെസ്. ലെഫ്റ്റ് സൈഡിൽ അറ്റത്തായിട്ട് നമ്മുടെ എലമെന്റ്സിനകത്തോട്ട് വരിക. അതിൽ ഇമേജ്. ഇമേജ്, വെരി ഗുഡ്. ഓക്കെ. അങ്ങനെയല്ല, ക്ലിക്ക് ചെയ്ത് പിടിക്കുക, ഡ്രാഗ് ചെയ്ത് വേണം ഇടാൻ. അൺഡു ചെയ്ത് Ctrl Z കൊടുക്കൂ പ്രജേഷ്. അത് രണ്ട് സെപ്പറേറ്റ് എടുത്തിട്ട് ഇടണം അല്ലേ? സെപ്പറേറ്റ്. പ്രജേഷ് Ctrl Z കൊടുത്തേ. Ctrl പ്രസ് ചെയ്തിട്ട് Z കൊടുക്കുക. എവിടെ പ്ലസ്സിലാണോ കൊടുക്കണ്ടേ? കീബോർഡിൽ കണ്ടോ? കൺട്രോളിന്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഇസഡിനെ ഒറ്റ തവണ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, റെഡിയായി. ഇനി എന്ത് ചെയ്യണം? ഇമേജിനെ പ്രസ് ചെയ്ത് പിടിക്കുക, ആദ്യത്തെ കോളത്തിനകത്തോട്ട് ഇടുക. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഇനി ലെഫ്റ്റ് സൈഡിൽ ചൂസ് ഇമേജ് എന്ന് പറഞ്ഞ കണ്ടോ? ലെഫ്റ്റ് സൈഡിലായിട്ട് ഇമേജ് കണ്ടോ? ലെഫ്റ്റ് സൈഡിൽ അറ്റത്ത്. യെസ്. അതിനകത്ത് കർസർ കൊണ്ടുവരിക. ചൂസ് ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് സെർച്ച് ഇമേജ് എന്ന് പറഞ്ഞു കൊടുക്കാം. സെർച്ച് ഇമേജിനെ സെലക്ട് ചെയ്തോളൂ. അവിടെ സെർച്ച് ഇമേജിനെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റാം. ഓൾ ഓറിയന്റേഷൻ ഓൾ ഓറിയന്റേഷൻ മാറ്റി ലാൻഡ്സ്കേപ്പ് കൊടുക്കാം. ഓക്കെ. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഡിജിറ്റൽ എന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഡിജിറ്റൽ. ഇൻസെർട്ട് ഇമേജ് കൊടുക്കണം. ഇൻസേർട്ട് ഇമേജ് കൊടുക്കാം. എല്ലാവരും ചെയ്തു. സൈസിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടി വരുമോ? വേണ്ട, അത് ഓക്കെയാണ്. ഇൻസേർട്ട് ഇമേജ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. ഇമേജ് കൊടുക്കാൻ പറ്റിയായിരുന്നോ? ഇമേജ് ഞാൻ ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ടിന്റെ അത് ക്ലിക്ക് ചെയ്താൽ മതിയോ? യെസ്. ഓക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ
ഓൾറെഡി ഇൻസേർട്ട് ആയല്ലോ. ഇനി ഒരു കാര്യം ചെയ്യുക, റൈറ്റ് സൈഡിലെ സെക്ഷനിൽ ഒരു ടെക്സ്റ്റ് എഡിറ്റർ കൊടുക്കുക. പക്ഷെ ഇത് 2 ഇമേജും കൊടുക്കണ്ടേ സാർ അപ്പോ? 2 ഇമേജോ? നമ്മള് 2 രണ്ടെണ്ണം ബോക്സില്ലേ? ഇല്ല, ഒരെണ്ണമാണല്ലോ കൊടുത്തിരിക്കുന്നേ. അല്ല, ഇവിടെയും കൊടുക്കാം നമുക്ക്. റൈറ്റ് സൈഡില്. റൈറ്റ് സൈഡിൽ നമ്മൾ ഇമേജ് കൊടുക്കാൻ പറഞ്ഞോ പ്രജേഷ്? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇല്ലല്ലോ. എന്താ പറയുന്നേ? നമ്മളിപ്പോ അതിലോട്ട് വന്നിട്ടില്ലല്ലോ. അതിൽ നമ്മൾ ആ ടെക്സ്റ്റ് എഡിറ്റർ അല്ലേ എടുക്കാൻ പറഞ്ഞേ. ഓക്കെ. അപ്പൊ അത് എവിടെ നിന്ന് കിട്ടും? നമ്മളിപ്പോ ഒന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ ഒന്ന് ചിന്തിക്കുക, ശ്രദ്ധിക്കുക. നമുക്ക് ഇതിലോട്ട് തന്നെ തിരിച്ചു വരാം. ഒന്ന് മറ്റേ വിഷ്ണുപ്രിയ എങ്ങനെയുണ്ട്? വിഷ്ണുപ്രിയക്ക് അത് ചെയ്യാൻ പറ്റിയായിരുന്നോ? ചെയ്യാൻ പറ്റി. പക്ഷെ നമ്മള് 2 ഇമേജ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നില്ലേ? ഇല്ലല്ലോ. കുഴപ്പമില്ല, അതൊന്ന് ശ്രദ്ധിക്കുക. സ്ക്രീൻ കാണുന്നില്ല അല്ലേ? ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യുക, പ്രജേഷ് ഒന്ന് സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ചെയ്തിട്ട് വിഷ്ണുപ്രിയ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. ആ ഒന്ന് ചെയ്തോളൂ കേട്ടോ. ആ യെസ്. ഇങ്ങനെയുള്ളത് ഇപ്പൊ എൻ്റെത്. ഓക്കെ. കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു അവിടെ നേരത്തെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുഴപ്പമില്ല. 2 ബോക്സ് സെലക്ട് ചെയ്തതാണ് ഇത്. സാരില്ല. ആ ലെഫ്റ്റ് സൈഡിൽ അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തോളൂ. ലെഫ്റ്റ് സൈഡ്. അതെ, ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് ഹാൻഡ് ഏതാണ്? യെസ്, ആ കറക്റ്റ്. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുക. ഇനി റൈറ്റ് സൈഡിലുള്ളതിനെ ക്ലിക്ക് ചെയ്ത് പിടിക്കുക, ലെഫ്റ്റിലോട്ട് ഡ്രാഗ് ചെയ്തിടുക. ഓക്കെ, റെഡിയായി. ഇനി ശ്രദ്ധിക്കുക, റൈറ്റ് സൈഡിൽ നമുക്കൊരു കോളം കൂടി ബാക്കിയുണ്ടല്ലോ. അതിലേക്ക് നമുക്കൊരു ടെക്സ്റ്റ് എഡിറ്ററിനെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് എഡിറ്ററിനെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? യെസ്, നമ്മുടെ എലമെന്റ്സിലോട്ട് വരിക. ഹെഡിങ്ങിന്റെ തൊട്ട് താഴെ നമുക്ക് ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞ് അവൈലബിൾ ആണ്. അതിനെ ക്ലിക്ക് ചെയ്ത് പിടിക്കുക, റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്ത് വെച്ചോളൂ. ഇവിടെയാ? യെസ്, അതെ. ഓക്കെ. ഇപ്പൊ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനകത്ത് ഒരു നല്ല ടെക്സ്റ്റ് കൊടുക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു സംഭവം നമുക്ക് ഇതിനകത്ത് എഴുതാം. പക്ഷെ ഇപ്പൊ ഫോർ ദ ടൈം ബീങ് എഴുതണം നിർബന്ധമില്ല. നമ്മൾ ഡമ്മി ടെക്സ്റ്റ് തന്നെ ഉണ്ടല്ലോ ഇപ്പോൾ ആഡ് ഓൺ ചെയ്ത്, അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. നമുക്ക് ആ സ്ഥലത്തിനെ ഒന്ന് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാം. ആ ഇമേജിന്റെ താഴെ വരുന്ന അത്രയും ടെക്സ്റ്റും കൂടി നമുക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഒരെണ്ണം കൂടി കൊടുത്തു. അത് അൺഡു ചെയ്തേ. കൺട്രോൾ Z. ഇനി ശ്രദ്ധിക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ ലോറിയം ഇപ്സം എന്ന് പറഞ്ഞ ഡമ്മി ടെക്സ്റ്റിനെ വേണം റൈറ്റ് ക്ലിക്ക് ചെയ്യാൻ അല്ലേ? അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ. യെസ്. ഓക്കെ. അപ്പോൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു കാര്യം ചെയ്യുക. പ്രജേഷ് ഓക്കെ ആണല്ലോ അല്ലേ? പ്രജേഷ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. മേളിൽ കണ്ടോ പബ്ലിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ? അതൊന്ന് ക്ലിക്ക് ചെയ്തോളൂ. എന്ത് എഡിറ്റ് ചെയ്താലും നമ്മൾ ഇതിനെ പബ്ലിഷ് കൊടുത്തിട്ടുണ്ടാവണം. ഇനി പതുക്കനെ ഒന്ന് താഴോട്ട് വരിക. അതിൽ ഒരു സിംഗിൾ സെക്ഷൻ കൊടുക്കുക, ഒരു സ്പേസർ കൊടുക്കുക കേട്ടോ. നമ്മൾ എങ്ങനെയാ സിംഗിൾ സെക്ഷൻ ആഡ് ഓൺ ചെയ്ത് കൊടുത്തേ? ഫ്ലെക്സ് ബോക്സ് എങ്ങനെ എടുത്തു? യെസ്, കറക്റ്റ് ആണ്. അതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു സ്പേസർ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. സ്പേസർ എവിടെ നിന്ന് കിട്ടും? യെസ്, കറക്റ്റ് തന്നെയാണ്.
ഓക്കെ, ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മുടെ സെൻറ്ററിലെ പ്ലസിനെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമ്മുടെ ഒരു ഫ്ലെക്സ് ബോക്സ് ഉണ്ടല്ലോ, ഉം. വീണ്ടും അതിലേക്ക് തിരിച്ചു വരിക. നമ്മുടെ ഫ്ലെക്സ് ബോക്സിൽ 3 സെക്ഷൻ ആയിട്ടുള്ളതിനെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ 2 സെലക്ട് ചെയ്ത് 3 കൊടുക്കുക. 3 റൈറ്റ് സൈഡിൽ അറ്റത്തായിട്ട് മൂന്നെണ്ണം കൊടുക്കുക. ഉള്ളത് പല രീതികളിലുണ്ട്. മുകളിൽ ചെറിയ പീസായിട്ടുള്ളുണ്ട്. ഒരേ രീതിയിൽ ഒരേ രീതിയിലുള്ള ഇല്ലല്ലോ. റൈറ്റ് സൈഡിൽ അറ്റത്തായിട്ട് ഒരെണ്ണം കണ്ടോ, അത് കൊടുക്കല. അതൊന്ന് എടുത്തോ. യെസ്, അതൊന്ന് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ മേളിൽ കണ്ടോ നമുക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ. നമ്മുടെ എലമെന്റ്സിനകത്ത് ശ്രദ്ധിക്കണം, WP ഫോംസ് ഉണ്ടോ എന്ന് നോക്കുക. WP ഫോംസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് സെക്കൻഡ് കോളത്തിനകത്തോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കാം. ഈ WP ഫോംസ് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ആൾക്കാരുടെ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പേര്, ഇമെയിൽ ID, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാനും നമ്മൾ ഈ WP ഫോംസിനെ യൂസ് ചെയ്യുന്നു, എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് സെലക്ട് ഫോം എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ആ സെലക്ട് ഫോമിനെ സെലക്ട് ചെയ്തിട്ട് അതിനകത്തൊരു ഫോം ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക, കോണ്ടാക്ട് ഫോം. ഓക്കെ, കണ്ടോ, യുവർ നെയിം, ഇമെയിൽ അഡ്രസ്, മെസ്സേജ് എല്ലാം നമുക്ക് കളക്ട് ചെയ്യാം. ഇതിനകത്ത് വരുന്ന മെയിലെല്ലാം നേരെ നമ്മുടെ ഈ Direct വെബ്സൈറ്റ് ഇമെയിൽ അഡ്രസ്സിലോട്ടായിരിക്കും. ആ ഉം. അതിനെപ്പറ്റി ഒന്ന് ഓർമ്മിപ്പിക്കണേ, നമുക്ക് നാളെ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആ എല്ലാവരും പബ്ലിഷ് കൊടുക്കുക. എന്ത് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യണം, പബ്ലിഷ് കൊടുക്കണം. ഇതിലിപ്പം നമ്മൾ വേറൊന്നും ചെയ്യണ്ടല്ലോ, ഇത് ഡയറക്റ്റ് ഇനി പബ്ലിഷ് കൊടുത്താ പോരെ? യെസ്, കറക്റ്റ് ആണ്. ഡയറക്റ്റ് അതിനെ പബ്ലിഷ് കൊടുക്കാം. പ്രജേഷ് ഓക്കെ ആണോ? പബ്ലിഷ് കൊടുത്തു. ഓക്കെ. ഇനി ആ പബ്ലിഷിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കണ്ണിന്റെ സിമ്പിൾ കണ്ടോ, ആ അതൊന്ന് സെലക്ട് ചെയ്തോളൂ. അത് ഒരു പ്രിവ്യൂ ആണ്. നമ്മുടെ ഇതുവരെ ചെയ്തിരിക്കുന്ന നമ്മുടെ ആ ഒരു പേജിന്റെ പ്രിവ്യൂ നമുക്ക് കാണാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ എലമെന്റ്സ് ഒക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള കസ്റ്റമൈസേഷൻസ് ഒക്കെ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒരു ഡെമോ പേജിനെ ക്രിയേറ്റ് ചെയ്തു. ഇനിയും നമുക്ക് എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. ആ നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണോ അതൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സാമ്പിൾ ആയിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ എങ്ങനെയാണ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക, ആർക്കാണെന്ന് പറയാൻ പറ്റുന്നത്? എല്ലാവർക്കും നാളെ ഒരു അസൈൻമെന്റ് ആണ്. നാളെ ഒരു പേജും കൂടി എല്ലാവരും ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്തത്? പ്ലഗിൻ പേജ് ക്രിയേറ്റ് ചെയ്ത ഡാഷ്ബോർഡിൽ വന്നിട്ട് പേജ് ബിൽഡർ പേജസിലേക്ക് വന്നിട്ട് ആഡ് പേജ് എന്ന് പറഞ്ഞു കൊടുത്തു അല്ലേ? ആ ഒന്ന് ഡാഷ്ബോർഡിലോട്ട് വരൂ. ഡാഷ്ബോർഡ് W ക്ലിക്ക് ചെയ്യുക, വട്ടത്തിൽ. അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കർസർ ഇപ്പുറത്തോട്ട് കൊണ്ടുവരും. അതിൽ പേജസിനകത്ത് വരുമ്പോൾ ആഡ് ന്യൂ പേജ് എന്ന് പറഞ്ഞ് കൊടുക്കാം. അതിൽ നമ്മളൊരു പേര് കൊടുത്തിട്ട് ലെഫ്റ്റ് സൈഡിൽ പേജസ് കണ്ടോ? ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ ചെയ്ത സെയിം പ്രൊസീജിയർ ആയിരുന്നു. അവിടെ നിങ്ങളുടെ പേരിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. വിഷ്ണുപ്രിയ എന്ന് പറഞ്ഞൊരു പേജ് ക്രിയേറ്റ് ചെയ്യുക. പ്രജേഷ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഒരു സാമ്പിൾ പേജ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന രീതിയിൽ ഒരെണ്ണം ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തോളൂ. ഇപ്പോഴല്ല, ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ചെയ്യാം, നാളെ ആണെങ്കിൽ നാളെയും ചെയ്യാം. അപ്പോൾ നമുക്ക് പതുക്കനെ വേണമെങ്കിൽ ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നാളെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്.
എന്തായാലും എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉഴപ്പരുത്. ലീവ് എടുത്തു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പിന്നെ പല പോയിന്റ്സും മിസ്സായേക്കാം. അപ്പോൾ അത് വലിയൊരു ലിമിറ്റേഷൻ ആയിരിക്കും. ബട്ട് കുഴപ്പമില്ല. എമർജൻസി ഒക്കെ ആണെങ്കിൽ ലീവ് എടുക്കാം. ആരെയും നമ്മൾ ഒന്നിനും നിർബന്ധിക്കില്ല. അവരവരുടെ ഇഷ്ടം പോലെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ സെയിം സമയത്ത് വീണ്ടും കാണാം. ഓക്കെ ബൈ. ഓക്കെ ഗുഡ് നൈറ്റ്. ബൈ ബൈ.